ഇത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തെ INS കുർസുറ എന്ന സബ്മറൈൻ മ്യൂസിയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സബ്മറൈൻ മ്യൂസിയമാണിത്. അതുപോലെ തന്നെ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ സബ്മറൈൻ മ്യൂസിയമാണിത്. വിശാഖപട്ടണത്തെ രാമകൃഷ്ണ ബീച്ച് റോഡിൽ ആണ് ഈ സബ്മറൈൻ മ്യൂസിയം ഉള്ളത്. 1969 ഇന്ത്യൻ നേവിയിലേക്ക് കമ്മീഷൻ ചെയ്യപ്പെട്ട സോവിയറ്റ് നിർമ്മിത മുങ്ങിക്കപ്പലാണ് INS കുർസുറ. 1971 ഇത് ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്തു. 31 വർഷത്തെ മികവാർന്ന സർവീസിന് ശേഷം 2001 ഇത് ഡീകമ്മീഷൻ ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ സബ്മറൈൻ്റെ മികച്ച സേവനത്തെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുക, അതുപോലെ സബ്മറൈനകത്തെ നാവികരുടെ ദുഷ്കരമായ ലൈഫിനെ പറ്റി പൊതുജനങ്ങൾക്ക് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നീ കാരണങ്ങൾ കൊണ്ട് ഇതിനെ ഗവൺമെൻറ് ഒരു മ്യൂസിയമാക്കാൻ തീരുമാനിച്ചു. ഈ സബ്മറൈനെ പൊക്കിക്കൊണ്ടുവന്ന് ഒരു കോൺക്രീറ്റ് ഫൗണ്ടേഷനിൽ സ്ഥാപിച്ചു. എന്നിട്ടിതൊരു മ്യൂസിയമാക്കി മാറ്റി വിത്ത് വെപ്പൺസ്. 2002 അന്നത്തെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ഇത് ഈ സബ്മറൈനെ പറ്റിയുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ്. അതേപോലെ തന്നെ ഇത് കോൺക്രീറ്റ് ഫൗണ്ടേഷനിൽ സ്ഥാപിക്കാൻ വേണ്ടി ഏകദേശം 6 കോടി രൂപയായി. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പൊതുജനങ്ങൾക്കായി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി 6 റിട്ടയർ ചെയ്ത നേവി ഉദ്യോഗസ്ഥന്മാരെ ഗൈഡുകളാക്കുകയും ഒരു ക്യൂറേറ്ററെയും നിയമിക്കുകയുണ്ടായി. മൺഡേ ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും. മൺഡേ മെയിൻ്റനൻസിനാണ്. അഡൽട്ടിന് 70 റുപ്പീസും കുട്ടികൾക്ക് 40 രൂപയുമാണ് എൻട്രി ഫീ. ഇത് സന്ധ്യാസമയത്തെ വ്യൂ ആണ്. വളരെ കളർഫുള്ളായൊരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഡയമെൻഷൻ പറയുമ്പോൾ 91.3 മീറ്ററാണ് ഇതിൻ്റെ നീളം, 8 മീറ്ററാണ് അതിൻ്റെ വീതി. ഏകദേശം 70 ജീവനക്കാർ ഓൺ ബോർഡിലുണ്ടായിരുന്നു. ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ഏകദേശം 2 കുക്കുകളുമാണ് ഈ സബ്മറൈനിൽ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ടോയ്ലറ്റൊക്കെ വളരെ ചെറിയതാണ്. ഈ മുങ്ങിക്കപ്പലിൻ്റെ പ്രത്യേകത ഇന്ത്യയുടെ രണ്ടാമത്തെ സബ്മറൈനാണ് INS കുർസുറ. ഇതിൻ്റെ കിച്ചൻ്റെ ഡയമെൻഷൻ വരുന്നത് 4x6 ആണ്. ഏകദേശം 77 ജീവനക്കാർക്ക് ഉള്ളത് 2 വാഷ് ബേസിനും 2 ടോയ്ലറ്റുമാണ്. അപ്പോൾ സബ്മറൈനിലെ ജീവിതം വളരെയധികം ദുഷ്കരമാണ്.